അത് അങ്ങനെ കൂലി റിലീസായിരിക്കുകയാണ്. ഗംഭീര ഇൻട്രൊഡക്ഷനിലൂടെയാണ് തുടങ്ങിയത്. രജനീകാന്തിൻ്റെ ഗംഭീര ഇൻട്രൊഡക്ഷനാണ്. ടൈറ്റിൽ കാർഡൊക്കെ അടിപൊളി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അനിയുടെ മൊത്തത്തിലുള്ള മ്യൂസിക് വർക്ക് അടിപൊളിയാണ്. പിന്നെ നല്ല സൗബിന് നല്ല ലെങ്തി ആയിട്ടുള്ള റോളാണ്. നമ്മൾ വിചാരിച്ച പോലെ ഒരു ക്യാമിയോ അങ്ങനത്തെ സംഭവമല്ല. സൗബിൻ്റെ ഓരോ സീനും തിയേറ്ററിൽ നിറഞ്ഞ കയ്യിലായിരുന്നു. സൗബിൻ അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ നാഗാർജുൻ അന്യായ സ്ക്രീൻ പ്രസൻസ് ആണ്. ഇനി ഇതിൽ അമീർ ഖാൻ അവരുടെയൊക്കെ എൻട്രിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. എന്തായാലും ഓരോ ഹീറോസിൻ്റെ ഒരു ഇൻട്രോയും ഒരു ഗംഭീര ഒരു ബാക്ക് സ്റ്റോറി ഈ സിനിമയ്ക്കുണ്ട്. ഒരു 30 years ബാക്കുള്ള ഒരു രജനിയുടെ ഒരു ഫ്ലാഷ് ബാക്ക് സ്റ്റോറി എന്തായാലും വരാനുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഹാഫിലെ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഒരു എന്തോ ഒരു ബിൽഡപ്പ് കൊടുത്ത പോലെ മാത്രമേ തോന്നിയിട്ടുള്ളൂ. അങ്ങനെ അതിഗംഭീരമായ കഥ ഭയങ്കര രീതിയിൽ പോയ രീതിയിലൊന്നും സിനിമയിൽ ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ ഒരു 30 years ബാക്ക് എന്നുള്ള ഒരു വലിയൊരു സംഭവം എന്തായാലും ഈ സിനിമയിൽ കാത്തിരിക്കുന്നുണ്ട്. ആമിർ ഖാൻ്റെ കഥാപാത്രമാണെങ്കിലും അങ്ങനെ ഇനി വേറെ ഏതെങ്കിലും ക്യാമിയോ ഉണ്ടോ, LCUവിലേക്ക് ഇത് കയറുമോ, അതൊക്കെ ആണെങ്കിൽ നമ്മൾ കൂടുതൽ ഇനി കണ്ടാൽ മാത്രമേ അറിയുള്ളൂ. ഇതുവരെയുള്ള ഇത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ മോണിക്ക സോങ് അതുപോലെയുള്ള ഇവരുടെ ഓരോ ഇൻട്രോസ് അതെല്ലാം ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. മൊത്തത്തിലൊരു ലോകേഷിനെക്കാട്ടിലും അനിരുദ്ധ് മികച്ച നിന്ന ഒരു ഹാഫായിട്ടാണ് സിനിമ ഫസ്റ്റ് ഹാഫ് തോന്നി.